നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡ്രൈവർ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗസറ്റഡ് ഡേറ്റ് കാണാൻ സാധിക്കും. 15/10/2025 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 19/11/2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിന് മുൻപ് നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ അവസാന തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ കേരള PSCൻ്റെ വെബ്സൈറ്റിലൂടെ സബ്മിറ്റ് ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ട മെത്തേഡും കൂടി പറയാം. ഈ കാണുന്ന കാറ്റഗറി നമ്പർ, അതായത് 386/2025 എന്ന കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക. അതിനുശേഷം കേരള PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ, വൺ ടൈം രജിസ്ട്രേഷൻ OTR കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ PSCൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് വിളിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 26,500 മുതൽ 60,700 വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡിസ്ട്രിക്ട്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് വേക്കൻസികൾ ഉള്ളത്. നിലവിൽ വേക്കൻസി എത്രയാണെന്ന് അനൗൺസ് ചെയ്തിട്ടില്ല. നല്ലൊരു വേക്കൻസി തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വനിതകൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രായപരിധി, ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കാം. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഡിസ്ട്രിക്ട് വൈസ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഇനി പറയാൻ പോകുന്ന പ്രായപരിധി യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. 21 വയസ്സ് മുതൽ 39 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. 2/1/1986 1/1/2004 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. SC STക്ക് 5 വർഷത്തെയും OBC വിഭാഗത്തിന് 3 വർഷത്തെയും പ്രായത്തിലിളവ് ലഭിക്കും. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് വാലിഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. 3 വർഷത്തെ എക്സ്പീരിയൻസോട് കൂടിയാണ് പറയുന്നത്. സ്റ്റാൻഡിംഗ് വിത്ത് 3 വർഷമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെവി ഗുഡ്സ്, അതുപോലെ ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ബാഡ്ജോട് കൂടിയാണ് ലൈസൻസ് പറഞ്ഞിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഈ പറഞ്ഞ മെത്തേഡിൽ നിങ്ങൾക്ക് ലൈസൻസ് കൂടി ഉണ്ടായിരിക്കണം. ഹെവി വെഹിക്കിൾ ഓടിക്കാനുള്ള HMV ഒക്കെ ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ 165 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്നുള്ള കാര്യം ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 165 സെൻറ്റിമീറ്റർ ഉയരം വേണം. അതുപോലെ തന്നെ 83 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ എക്സ്പാൻഷൻ 4 സെൻറ്റിമീറ്റർ ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. പിന്നെ SC ST ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 160 സെൻറ്റിമീറ്റർ എന്ത് ചെയ്യണം, ഉയരം വേണമെന്ന് പറയുന്നുണ്ട്. ഉയരം 160 സെൻറ്റിമീറ്റർ മതി SC STക്ക് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നല്ലൊരു അവസരമാണ് ഇപ്പോൾ PSCൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. PSCൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്.